Praise the Lord. Praise the Lord. Praise the Lord. അങ്ങനെ വളരെ ദിവസങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ദിവസങ്ങളാണിത്. ഇന്നു മുതൽ നമ്മളെല്ലാ ദിവസവും വെളുപ്പിന് ഇന്ത്യൻ സമയം 4 മണിക്ക് നമ്മൾ ആദ്യകാലങ്ങളിൽ ചെയ്ത പോലെ കാറ്റക്കിസം ഈ മതബോധന പഠനക്കളരിയിൽ വീണ്ടും വരികയാണ്. നമ്മൾ പണ്ട് കാറ്റക്കിസം ക്ലാസ് ആദ്യം ആരംഭിച്ചിരുന്നത് CCC 2565 ധരിച്ചുകൊണ്ടാണ്. അതൊന്ന് വീണ്ടും വായിക്കട്ടെ, അതിലേക്ക് നമുക്കൊന്ന് തിരിയാം. അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യ ചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. ഒരിക്കൽ കൂടി എല്ലാവരും ഏറ്റുപറയാം. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും നമ്മുടെ സമ്പൂർണ്ണ മനുഷ്യ ചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. ഇത് വളരെ വലിയ സഭാപിതാവായ വിശുദ്ധ ഗ്രിഗറി നസ്യാൻസ്യൂസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ നിന്നാണ്. ദൈവരാജ്യത്തിൻ്റെ കൃപാവരം ത്രൈശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. ഈ കൂട്ടായ്മ എപ്പോഴും സാധ്യമാണ്. എന്തെന്നാൽ മാമോദീസ വഴി നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞവരാണ്. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലായിരിക്കുകയും അവിടുത്തെ ശരീരമായ സഭയിൽ വ്യാപിക്കുകയും ചെയ്യുന്ന തോതനുസരിച്ച് ആണ് ഒരു പ്രാർത്ഥന ക്രിസ്തീയമാകുന്നത്. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലായിരിക്കുകയും അവിടുത്തെ ശരീരമായ സഭയിൽ വ്യാപിക്കുകയും ചെയ്യുന്ന തോതനുസരിച്ചാണ് തോത്. നമ്മൾ എത്രമാത്രം അവിടുത്തെ സഭയിൽ വ്യാപിക്കണം അനുസരിച്ചാണ് ഒരു പ്രാർത്ഥന ക്രിസ്തീയമാകുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാനങ്ങളാണ് പ്രാർത്ഥനയ്ക്കുമുള്ളത്. ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ വളരെയേറെ നമ്മളെ ജ്വലിപ്പിച്ച ഒരു വിഷയമാണ് CCC 783, ഒരു പൗരോഹിത പ്രവാചക രാജകീയ ജനം. പിതാവ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് അഭിഷേകം ചെയ്യുകയും പുരോഹിതനും പ്രവാചകനും രാജാവുമായി സ്ഥാപിക്കുകയും ചെയ്ത വ്യക്തിയാണ് യേശുക്രിസ്തു. ദൈവജനം മുഴുവനും ക്രിസ്തുവിൻ്റെ ഈ 3 ധർമ്മങ്ങളിലും ഭാഗവാക്കുകളാകുന്നു. അവയിൽ നിന്ന് ഉരുത്തിരിയുന്ന ദൗത്യത്തിനും സേവനത്തിനും വേണ്ടിയുള്ള ഉത്തരവാദിത്വങ്ങൾ അവർ വഹിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ജോൺ പോൾ II, Redemptor Hominis 1821, Redemptor Hominis, വിശുദ്ധ ജോൺ പോൾ II. അപ്പം നമ്മളിതെല്ലാം പല പ്രാവശ്യം കേട്ടതാണെങ്കിലും ഇപ്പോൾ ഇത് പറയുന്നതിന് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഈശോ എനിക്ക് തരുന്ന വളരെ പ്രത്യേക ഒരു ദൂത്, ഒരു സന്ദേശം. നമ്മളെല്ലാവരും കൂടുതൽ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കണം. കൂടുതൽ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ അഭിഷേകം വർദ്ധിക്കണം. ഒരു വചനം ഓർക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനം. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ
നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? ഇവിടെ ഈ രണ്ട് കാര്യത്തിലും വളരെയധികം നമ്മൾ ഇനിയും വളരാനുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ലല്ലോ. നമ്മൾ കറ്റേനാവറയ പഠിക്കപ്പോഴല്ലേ മനസ്സിലായത്. എന്ത് മനസ്സിലായി? ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മൾ ഇനിയും ധാരാളം അറിയാനുണ്ടെന്നും പഠിക്കാനുണ്ടെന്നും നമുക്ക് മനസ്സിലായി ഇല്ലേ? ഇന്നും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തിലെ വിദ്യാർത്ഥികളാണ്, ദൈവവചനത്തിൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. സങ്കീർത്തനങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ക്രിസ്തു വിജ്ഞാനീയമായാലും ഈശോ മിശിഹായെക്കുറിച്ച് ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള രഹസ്യങ്ങളായാലും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്കാണ് വെളിപ്പെട്ടിരിക്കുന്നത്, മറ്റുള്ളവർക്കെല്ലാം ഉപമകളിലൂടെ. അപ്പോൾ ഈ നാളുകളിൽ കർത്താവ് നമ്മളെ പറയുന്നത് ഇനിയും നിങ്ങൾ കൂടുതൽ പഠിക്കണം. അതിൽ രണ്ടാമത്തെ ഭാഗം വചനത്തിൻ്റെ ഭാഗം 1, രണ്ടാമത്തെ ഭാഗം ദൈവത്തിൻ്റെ ശക്തി. എന്താണ് ഈ ദൈവത്തിൻ്റെ ശക്തി? അതാണിപ്പോൾ നമ്മൾ കേട്ടത്. ഒന്ന്, ത്രിത്വൈക ദൈവം പരിശുദ്ധ രാജകീയ ത്രിത്വം മുഴുവനും നമ്മളുടെ ആത്മാവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നു. ഇനി എന്താ വേണ്ടേ? ഈ ഐക്യത്തിലൂടെ നമ്മിലേക്ക് ഒഴുകുന്ന ത്രിവിധ അഭിഷേകം, ഈശോയിലുള്ള രാജകീയവും പൗരോഹിത്യവും പ്രവാചക അഭിഷേകം നമ്മളിൽ ഈശോ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവിൻ നൽകപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും. വരുവിൻ, നമുക്കൊരു നിമിഷം അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളിൽ അങ്ങ് നൽകിയിരിക്കുന്ന ഈ അഭിഷേകത്തെ തുറക്കണമേ. ശല ഹലബല ഹലബല. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുള്ളൂ. നമുക്ക് മാത്രമല്ല, സഭ മുഴുവനിലും, എല്ലാ വൈദികരിലും, എല്ലാ ബിഷപ്പുമാരിലും എന്ന് മാത്രമല്ല മാർപ്പാപ്പയിൽ തന്നെ കർത്താവ് നൽകിയിരിക്കുന്ന ഈ ത്രിവിധ അഭിഷേകത്തെ ഒരു പുതിയ രീതിയിൽ തുറക്കപ്പെടണമേ. ശലഹലബല ഹലബല 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 ശലബല ഹലബല 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 ഹലബല. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹോളി അനോയിന്റിംഗ്, അങ്ങയുടെ അഭിഷേകം. 1 യോഹന്നാൻ 2:27, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം, ദ അനോയിന്റിംഗ് ഫ്രം ക്രൈസ്റ്റ്, ക്രിസ്തു, ഈശോ മിശിഹാ എന്നല്ല അവിടെ പറയുന്നത്, ക്രിസ്തുവിൻ്റെ അഭിഷേകം, ദ അനോയിന്റഡ് വൺ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ, ദ അനോയിന്റഡ് വൺ. ആ ക്രിസ്തുവിലുള്ള ത്രിവിധ അഭിഷേകം മാമോദീസായിലൂടെ നമ്മളിൽ നൽകപ്പെട്ടിരിക്കുന്നത് നമ്മളിപ്പോഴും മുഴുവനും തുറന്നിട്ടില്ല. ശലബല ഹലബല 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 ഹലബല. തുറക്കണമേ. നോക്ക്, ഇറ്റ് വിൽ ബി ഓപ്പൺ ടു. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം സഭ മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ത്രിവിധ അഭിഷേകത്തെ ഞങ്ങളിൽ തുറക്കണമേ. ശലബല ഹലബല ഹലബല ഹലബല. ഹോളി അനോയിന്റിംഗ്, മൈറ്റി അനോയിന്റിംഗ്, പവർഫുൾ അനോയിന്റിംഗ്. ശലബല ഹലബല ഹലബല. ഓപ്പൺ ദ ഹെവൻ. സ്വർഗം തുറന്ന് ഈശോയിൽ ഈ അഭിഷേകം വന്നു. ഈശോ പിന്നീട് അരുളി ചെയ്തു, കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ശലഹലബല ഹലബല 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 ശലബല ഹലബല 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 ശലമക്കാല ശലമക്കാല. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ പുത്തൻ അഭിഷേകം നമ്മളെല്ലാവരിലും നിറയട്ടെ. ഈ പുത്തൻ അഭിഷേകം, ഹോളി അനോയിന്റിംഗ്, മൈറ്റി അനോയിന്റിംഗ്. ശലബല ഹലബല 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 ഹലബല. അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ, അവനിൽ വസിക്കുവിൻ. ഹലബല 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 ലബല ബല 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 ബ. സ്നേഹമുള്ളവരെ, ഇത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ തുടർന്ന് പ്രാർത്ഥിക്കണം. എനിക്കറിയാം, ഇപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങളെല്ലാം വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ വിശുദ്ധ കുർബാനയിൽ
സർവാധിപനാം കർത്താവ് എന്ന് പാടുമ്പോഴെല്ലാം ഈ സർവാധിപനായ കർത്താവ് അങ്ങ് ദൂരെയല്ല, നമ്മളിൽ തന്നെയാണെന്നും ഈ ത്രിവിധ അഭിഷേകത്തെ നമ്മളിൽ തുറക്കട്ടെ എന്ന് ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കൂ. കർത്താവ് എന്തോ വലിയ കാര്യം നമ്മളിലൂടെ ചെയ്യാൻ ഉണ്ട് ഇനിയും. വരുവിൻ, നമ്മൾ പ്രവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വീണ്ടും വീണ്ടും പ്രവചനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചു. അത് ഇനി പ്രവചന ധ്യാനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളത് കേൾക്കണം. വളരെ പ്രധാന ഒരു കാര്യം പഠിപ്പിച്ചത്, പ്രവചനം നമ്മുടെ മനസ്സിലല്ല വരുന്നത്, നമ്മുടെ അധരത്തിലാണ് വരുന്നത്. അതാണ് യെരമ്യായുടെ അധരത്തിൽ തൊട്ടുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനം നിന്റെ അധരത്തിൽ ഞാൻ നൽകിയിരിക്കുന്നു. അതുപോലെ എല്ലാവരിലും ഈ പ്രവചന വരം ഉണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും പ്രവചിക്കാം. ദർശനമായിട്ടും പ്രവചനമായിട്ടും പ്രാർത്ഥനകളായിട്ടും ഈ പ്രവചന വരം നമ്മളിൽ അഭിഷേകമാകണം. അപ്പോൾ ആദ്യം തന്നെ അതിനുവേണ്ടി ഒന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. പ്രവചന വരം നമ്മളെല്ലാവരിലും അഭിഷേകമാകാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കൊരിന്ത്യർ 14:1 പറയുകയാണ്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുക. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അതോടൊപ്പം 1 കൊരിന്ത്യർ 12:31 പറയുന്നത്, സ്ട്രൈവ് ഈഗർലി ഫോർ ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്. 1 കൊരിന്ത്യർ 12:31. അത് വളരെ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്, ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണമായി പ്രാർത്ഥിക്കുക. ഉത്കൃഷ്ടമായ ദാനങ്ങൾ എന്ന് പറയുമ്പോഴും ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ആ പൂർണ്ണത വരുന്നില്ല. ഇംഗ്ലീഷിൽ പറയാണ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്. ഉണ്ടോ? വരുവിൻ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമായി ചെന്ന് രക്ഷിക്കും. നമുക്കിങ്ങനെ പാടാം, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അഭിഷേകം നൽകി എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. വരുവിൻ, നമുക്ക് ശക്തമായി ഒന്നുകൂടി പ്രാർത്ഥിക്കാം. ആമോസ് 3:7 പറയുന്നത്, തൻ്റെ പ്രവാചകന്മാരോട് പറയാതെ കർത്താവ് ഒരു കാര്യം ചെയ്യില്ല. വരുവിൻ, നമുക്ക് പ്രവചനത്തിനായിട്ട് ദാഹിക്കാം. മറ്റു പ്രവചനവരത്തിന് മാത്രമായിട്ടല്ല, എല്ലാ വരദാനങ്ങളും ഉത്കൃഷ്ടമായ വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗശാന്തി വരം, അത്ഭുത വരദാനങ്ങൾ, അഭിഷേകം. ഒരു പ്രവചനത്തിനായിട്ട് കാതോർക്കാം. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായിത്തീരും. 1 സാമുവേൽ 10:6. സാവൂളും പുത്രനും ഗിബിയയിലെത്തിയപ്പോൾ പ്രവാചകഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രവചനം വരുന്നു. ശരമക്കാര മക്കീര, ശരമക്കാര മക്കീര, അല്ലബുറ മക്കാര മക്കീര, അർഹംബാര കീര, മറബക്കു മറബക്കു മറബക്കു. നിന്റെ ദൈവമായ കർത്താവ് തന്നെയാണ് നിന്റെ മണവാളൻ. ഞാൻ നിന്നിൽ വസിച്ചുകൊണ്ട് നിന്നെ എന്റെ മണവാട്ടിയാക്കിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും എന്റെ മണവാട്ടിമാരാണ്. ഞാൻ നിങ്ങളുടെ മണവാളനാണ്. അത്രയ്ക്ക് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിങ്ങളെ വിശുദ്ധീകരിച്ച് എന്റെ ആത്മാവിനോട് ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് മോചനദ്രവ്യം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് മോചനദ്രവ്യം നൽകി നിങ്ങളുടെ ആത്മാവിൽ എന്റെ മുദ്ര കുത്തിയിരിക്കുന്നു. ആർക്കും നിങ്ങളെ എന്നിൽ നിന്ന് അകറ്റുക സാധ്യമല്ല. എന്റെ വിമോചനാത്മകമായ നീതിയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ആ നീതി നിങ്ങളിലേക്ക് സൗജന്യമായി ഞാൻ ഒഴുക്കുന്നു. എന്റെ നീതിയിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഞാൻ സൗജന്യമായി നിങ്ങളെ നീതീകരിച്ചിരിക്കുന്നു. അതാണ് എന്റെ അത്യുന്നതമായ പ്രവൃത്തി. അത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകരുന്നതാണ് ത്രിവിധാഭിഷേകത്തിന്റെ പ്രധാന ദൗത്യം. എന്റെ പൗരോഹിത്യ ദൗത്യം, എന്റെ രാജകീയ ദൗത്യം ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അധികാരം പുലർത്താനോ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാനോ അല്ല. എനിക്കറിയാം എല്ലാ മനുഷ്യരെയും. ഞാൻ അവരെ സ്നേഹിക്കുന്നു. അവരായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ സ്നേഹിക്കുന്നു. അവരിൽ എന്റെ ത്രിവിധാഭിഷേകത്തെ ഞാൻ തുറക്കുന്നു. പൗരോഹിത്യാഭിഷേകം, രാജകീയ അഭിഷേകം, പ്രവാചകാഭിഷേകം ഞാൻ തുറക്കുന്നു. എന്റെ വാത്സല്യഭാചരങ്ങളെ, നിങ്ങൾ ശക്തരാകുവിൻ. നിങ്ങളിൽ എന്റെ അത്യുന്നതമായ ശക്തിയുടെ വെള്ളച്ചാട്ടം ഞാൻ തുറക്കുന്നു. വെള്ളച്ചാട്ടം പോലെ എന്റെ ത്രിവിധാഭിഷേകത്തെ ഞാൻ തുറക്കുന്നു. അതിനുവേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുവിൻ. അത് നിങ്ങളിൽ ജ്വലിക്കട്ടെ. അത് നിങ്ങളിൽ പുത്തൻ ചക്രവാളങ്ങൾ തുറക്കും. ഇനിയും വളരെയധികം ദൗത്യബോധം നമുക്കുണ്ടാകണം. നിങ്ങളിൽ വലിയ ദൗത്യമുണ്ട്. നിങ്ങളിൽ ഞാൻ വരദാനങ്ങൾ മാത്രമല്ല നൽകിയിരിക്കുന്നത്, അതുപയോഗിച്ച് ചെയ്യേണ്ട ദൗത്യങ്ങൾ നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തും. എന്റെ ദൗത്യത്തിന്റെ തന്നെ ഭാഗമാണത്. വാത്സല്യഭാചനങ്ങളെ, ഞാൻ നിങ്ങളെ ഇതാ പ്രത്യേകമായി അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ തീഷ്ണതയെ ഞാൻ ബഹുമാനിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹത്തെ ഞാൻ പൂർത്തീകരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നന്ദി കർത്താവേ. നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രവചനത്തെ പൂർണ്ണമായി വിശ്വസിക്കാം. അതേ കർത്താവേ, ഞങ്ങളിലേക്ക് അങ്ങയുടെ അഭിഷേകം പൂർണ്ണമായി തുറക്കണമേ. വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതാ ഈ പ്രവചനത്തിൻ്റെ കൺഫർമേഷനായിട്ടുള്ള രോഗശാന്തികൾ വരുന്നുണ്ട്. രോഗശാന്തി പ്രധാനമായിട്ട് ഇപ്പോൾ കാണുന്നത് ഒരാളുടെ എളിയിലുള്ള വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു. അതുപോലെ ബാക്ക് പെയിൻ സുഖപ്പെടുത്തുന്നു. തലവേദന സുഖപ്പെടുത്തുന്നു. നമ്മൾ ക്ലാസ്സിലേക്ക് കയറിയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പെസഹ രഹസ്യത്തിൻ്റെ കൗദാശി ആഘോഷമാണ്.
പെസഹ രഹസ്യത്തിൻ്റെ കൗദാശി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആരാധനാ കാലങ്ങൾ, കർത്താവിൻ്റെ ദിവസം, ആരാധനാ വത്സരം, ആരാധനാ വത്സരത്തിൽ വിശുദ്ധരുടെ സ്മരണകൾ. ഇത് നമ്മൾ പഠിക്കുന്നത് ആരാധനാ വത്സരത്തിൽ വിശുദ്ധരുടെ സ്മരണകളാണ്. 1172. ഇത് കാറ്റഗിസ പഠന പരമ്പരയിൽ 1051ാമത്തെ ക്ലാസ്സാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമ്മുടെ KCBCയിൽ നിന്നിറങ്ങുന്ന താലന്ത് മാഗസീനിൽ നമ്മളെക്കൊണ്ട് എല്ലാ മാസവും ഈ കാറ്റഗിസത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം എഴുതിക്കുന്നുണ്ട്. അത് നിങ്ങൾ വായിക്കുന്നത് നന്നായിരിക്കും. താലന്തിൽ മാഗസിൻ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നന്നായിരിക്കും. ആരാധനാ വത്സരത്തിൽ വിശുദ്ധരുടെ സ്മരണകൾ 1172, പേജ് നമ്പർ 303. വരുവിൻ. ക്രിസ്തു രഹസ്യങ്ങൾ ആണ്ടുവട്ടത്തിൽ ആഘോഷിക്കുമ്പോൾ ദൈവമാതാവായ പരിശുദ്ധ മറിയത്തെ പ്രത്യേകമായ സ്നേഹത്തോടെ പരിശുദ്ധ സഭ ബഹുമാനിക്കുന്നു. അവൾ തൻ്റെ പുത്രന്റെ രക്ഷാകര കർമ്മത്തോട് അഭേദ്യമാം വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. അവളിൽ രക്ഷയുടെ അതിവിശിഷ്ട ഫലത്തെ സഭ ആദരിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. താൻ മുഴുവനായും എന്തായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ പ്രത്യാശിക്കുകയും ചെയ്യുന്നുവോ അതിനെ സംബന്ധിച്ച് കറയില്ലാത്ത പ്രതിരൂപത്തിലെന്ന പോലെ സഭ സന്തോഷപൂർവ്വം ധ്യാനിക്കുകയും ചെയ്യുന്നു. ഇത് സാക്രസാൻഡം കൗൺസിലിയം 103 നിന്ന് ഉദ്ധരിച്ചിരിക്കുകയാണ്. വത്തിക്കാൻ കൗൺസിലിൻ്റെ 4 ഡോഗ്മാറ്റിക് പ്രമാണ രേഖകളിൽ ഒന്നാണ് സാക്രസാൻഡം കൗൺസിലിയം. അതിൽ 44ാമത്തെ ഖണ്ഡികയാണ്. നമുക്കൊന്നുകൂടി അത് വായിക്കാം. ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങൾ ആണ്ടുവട്ടത്തിൽ ആഘോഷിക്കുമ്പോൾ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ പ്രത്യേകമായ സ്നേഹത്തോടെ വിശുദ്ധ സഭ ബഹുമാനിക്കുന്നു. ഇതെല്ലാം ഈ കുർബാന ക്രമത്തിലുണ്ട്, ആരാധനാ വത്സരത്തിലുണ്ട്. അവൾ തൻ്റെ പുത്രന്റെ രക്ഷാകര കർമ്മത്തോട് അഭേദ്യമാം വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മ സഹരക്ഷകയാണെന്ന് പറയുന്നില്ല. രക്ഷ ദൈവം തന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ദൈവം, പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ് എങ്കിലും സഹരക്ഷകയായിട്ടല്ല, മറിച്ച് ആ രക്ഷയ്ക്ക് വേണ്ടി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന, അതാണ് പലപ്പോഴും മാതാവിനോടുള്ള ഭക്തിയിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്. സഭാപ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാതാവിനോടുള്ള ഭക്തി വളരണം. സഭയുടെ ആദിമകാലം മുതൽ മാതാവിനോട് സഭ മുഴുവനും ഭക്തിയുള്ളതായിരുന്നു. ആദിമകാലം മുതലുള്ള ഭക്തി ഇപ്പോഴും തുടരുന്നു. അത് തുടരണം. എന്നാൽ കാലകാലങ്ങളിൽ സഭ അതിന് ഊന്നൽ കൊടുക്കുന്നുണ്ട്. അതിൽ പ്രധാനമായ ഒന്നാണ് ആരാധനാ വത്സരങ്ങളിൽ ഉള്ള ആഘോഷങ്ങൾ. ഉദാഹരണത്തിന് മറിയത്തിൻ്റെ മംഗലവാർത്ത, അല്ലെങ്കിൽ അതുപോലെ മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ, പിന്നെ സ്വർഗാരോപണ തിരുനാൾ, അങ്ങനെ ഓരോ തിരുനാളുകളും ആണ്ടുവട്ടത്ത് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ പാരഗ്രാഫ് 971 2030 നമുക്ക് വായിക്കാം. 971 മറിയത്തെക്കുറിച്ച് തന്നെയുള്ള പ്രബോധനമാണ്. പരിശുദ്ധ കന്യകയോടുള്ള വണക്കം. പരിശുദ്ധ കന്യകയോടുള്ള വണക്കത്തെക്കുറിച്ച് 971 പഠിപ്പിക്കുന്നത് നമുക്ക് പഠിക്കാം. എല്ലാ തലമുറകളും
എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. അതൊരു പ്രവചനമാണ്. അത് മറിയം തൻ്റെ ഇഷ്ടം കൊണ്ട് പറയുന്നൊരു കാര്യമല്ല. എല്ലാ തലമുറകളും തന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. പരിശുദ്ധ കന്യകയോടുള്ള സഭയുടെ വണക്കം ക്രൈസ്തവ ആരാധനയുടെ ഒരു സ്വാഭാവിക ഘടകമാണ്. ഇതിനെക്കുറിച്ച് പോളാറാമൻ മാർപ്പാപ്പയുടെ പ്രബോധനമുണ്ട്. അതും ഉദ്ധരിച്ചിരിക്കുകയാണ്. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. പരിശുദ്ധ കന്യകയോടുള്ള സഭയുടെ വണക്കം ക്രൈസ്തവ ആരാധനയുടെ ഒരു സ്വാഭാവിക ഘടകമാണ്. തുടർന്ന് പ്രത്യേകമായ ഒരു ലൂമൻ ജൻഷ്യത്തിൽ നിന്നാണ്. ലൂമൻ ജൻഷ്യം ജനതകളുടെ പ്രകാശം എന്ന രണ്ടാം വത്തിക്കാൻ പ്രമാണ രേഖയിൽ പഠിപ്പിക്കുന്നത് ഇതാണ്. പ്രത്യേകമായ ഒരു വണക്കം വഴി സഭ പരിശുദ്ധ കന്യകയെ ഉചിതമായി ആദരിക്കുന്നു. അതിപുരാതന കാലം മുതൽ ദൈവമാതാവ് എന്ന സ്ഥാനപ്പേരാൽ പരിശുദ്ധ കന്യക ആദരിക്കപ്പെട്ടിരുന്നു. അതിപുരാതന കാലം മുതൽ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതകൾ ഒന്ന്, വിശുദ്ധ ലൂക്ക ഒരു അൽമായനായിരുന്നു. മാത്രമല്ല പരിശുദ്ധ കന്യകാമറിയത്തോട് വളരെ സ്നേഹമുള്ള ആളും പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം വളരെയധികം ജീവിച്ചിരിക്കാം. കാരണം പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് തന്നെ നേരിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചിട്ടും ആണ് ലൂക്ക ഇതെല്ലാം വിവരിച്ചിരിക്കുന്നത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ അവിടെ പ്രധാന ഒന്ന്, മാതാവ് എലിസബത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് എലിസബത്തിലേക്ക് ചാടി. അഭിഷേകം, മാതാവിലുള്ള അഭിഷേകം കർത്താവിൻ്റെ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം എന്ന പോലെ സ്നാപക യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകം ചെയ്യപ്പെടും. ആ അഭിഷേകം എലിസ്വാമ്മ സ്വീകരിച്ച ഉടനെ തന്നെ എലിസ്വാമ്മയ്ക്ക് പ്രവചനം ഉണ്ടാകുകയാണ്. കർത്താവിൻ്റെ അമ്മ എങ്ങനെ എൻ്റെ അടുത്ത് വരാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. പ്രവചനവരം കണ്ടോ? ഇതാണ് പ്രവചനവരം. എലിസ്വാമ്മ പ്രവചനവരത്തിൻ്റെ വർക്ക്ഷോപ്പൊന്നും കൂടിയിട്ടില്ല. പരിശുദ്ധാത്മാവ് സാധാരണ പ്രവർത്തനമാണ് ഈ പ്രവചനം. അപ്പോൾ ആ പ്രവചനമാണ് നമ്മളിന്നും പ്രാർത്ഥിക്കുന്നതും മാതാവിനെ വണങ്ങുന്നതിൻ്റെ കാര്യം. പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പറഞ്ഞു, കർത്താവിൻ്റെ അമ്മ, കർത്താവിൻ്റെ അമ്മ. അപ്പോൾ ഇവിടെ ലൂമൻ ജൻഷ്യത്തിൽ പഠിപ്പിക്കുന്നത് ഇതാണ്. പ്രത്യേകമായ ഒരു വണക്കം വഴി സഭ പരിശുദ്ധ കന്യകയെ ഉചിതമായി ആദരിക്കുന്നു. അതിപുരാതന കാലം മുതൽ ദൈവമാതാവ് എന്ന സ്ഥാനപ്പേരാൽ പരിശുദ്ധ കന്യക ആദരിക്കപ്പെട്ടിരുന്നു. വിശ്വാസികൾ തങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങളിലും ആവശ്യങ്ങളിലും അവളുടെ സംരക്ഷണം തേടി ഓടിയണയുന്നു. വളരെ സവിശേഷമായ ഈ വണക്കം അവതരിച്ച വചനത്തിന് നൽകുന്ന ആരാധനയിൽ നിന്ന് അതിനോട് സമാനമായി പിതാവിനും പരിശുദ്ധാത്മാവിനും നൽകുന്ന ആരാധനയിൽ നിന്നും സത്താപരമായി വ്യത്യസ്തമാണ്. കണ്ടോ, മനസ്സിലാക്കണം. ഇത് അവതരിച്ച വചനത്തിന് നൽകുന്ന ആരാധനയിൽ നിന്നും, അതായത് അവതരിച്ച വചനം, ഇതാ അവതരിച്ച വചനമാണ് ഇവിടെ നമ്മുടെ ഉണ്ണീശോ. ഈ ഈശോ അവതരിച്ചപ്പോൾ തന്നെ മിശിഹാ കർത്താവ് മാനവരക്ഷകനും, മിശിഹായാണ്, കർത്താവാണ്, രക്ഷകനാണ്.
അതോടൊപ്പം ദൈവമാണ്, നിത്യപുരോഹിതനാണ്, രാജാവാണ്, പ്രവാചകനാണ്, അതോടൊപ്പം നമ്മുടെ സഹോദരനാണ്. അപ്പൊ ഈ അവതരിച്ച വചനത്തോട് ചെയ്യുന്ന ആരാധനയിൽ നിന്നും വ്യത്യസ്തമാണ് മാതാവായ പരിശുദ്ധ മറിയത്തോടുള്ള വണക്കം. അവതരിച്ച വചനത്തിന് നൽകുന്ന ആരാധനയിൽ നിന്നും അതിനോട് സമാനമായി പിതാവിനും പരിശുദ്ധാത്മാവിനും നൽകുന്ന ആരാധനയിൽ നിന്നും സത്താപരമായി വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. വ്യത്യാസമുണ്ട്. ഈ ആരാധനയെ മറിയത്തോടുള്ള വണക്കം വലിയ തോതിൽ വളർത്തുന്നുണ്ട്. ഈ ആരാധനയെ നമ്മൾ ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഉണ്ണീശോയെ ആരാധിക്കുമ്പോൾ മറിയത്തോടുള്ള വണക്കം വലിയ തോതിൽ വളർത്തുന്നുണ്ട്. അത് വളർത്തും. ദൈവമാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ആരാധനാക്രമപരമായ തിരുനാളുകളും സുവിശേഷം മുഴുവൻ്റെയും സംഗ്രഹമായ കൊന്ത നമസ്കാരം പോലുള്ള മരിയൻ പ്രാർത്ഥനകളും കന്യകാമറിയത്തോടുള്ള ഈ വണക്കത്തെ പ്രകാശിപ്പിക്കുന്നു. 505 പോൾ ആറാമൻ മാർപ്പാപ്പയുടെ പ്രബോധനമാണ് വിശുദ്ധ കൊന്ത നമസ്കാരം, ഹോളി റോസറി സുവിശേഷം മുഴുവൻ്റെയും സംഗ്രഹമാണ്. സുവിശേഷം അത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ രാമന്റെ കാലം കഴിഞ്ഞ് ജോൺ പോൾ രണ്ടാമൻ്റെ കാലത്താണ് കൊന്ത നമസ്കാരത്തിന് മറ്റൊരു 5 രഹസ്യങ്ങൾ കൂടി ചേർത്ത്, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ. ഇനി നമ്മൾ അടുത്ത് ഇവിടെ പഠിക്കുന്നത് 2030 കാറ്റക്കിസം 2030. സഭ മാതാവും ഗുരുനാഥയുമാണ്. ഇത് ജോൺ 23 മാർപ്പാപ്പയുടെ ഒരു ചാക്രിക ലേഖനത്തിൻ്റെ പേരാണ്. ചർച്ച് ഈസ് മാറ്റർ മെജസ്ട്ര. ചർച്ച് ഈസ് എ മദർ ആൻഡ് ടീച്ചർ. ഇവിടെ പഠിപ്പിക്കുന്നത് സഭയിൽ മാമോദീസ സ്വീകരിച്ച സകലരോടുമുള്ള സംസർഗത്തിൽ ക്രൈസ്തവൻ തൻ്റെ വിളി സാക്ഷാത്കരിക്കുന്നു. ക്രിസ്തുവിൻ്റെ നിയമത്തിൻ്റെ ഗലാത്യ 6:2. അതാണ് നമ്മൾ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ നിയമമാണ് പാലിക്കുന്നത്. അത് 10 കൽപ്പനകളേക്കാൾ ശ്രേഷ്ഠമാണത്. 10 കൽപ്പനകൾ പാലിച്ചാൽ പോരാ. ക്രിസ്തുവിൻ്റെ നിയമം ഗലാത്യ 6:2. ക്രിസ്തുവിൻ്റെ നിയമത്തിൻ്റെ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവവചനം. ക്രിസ്തുവിൻ്റെ നിയമം അടിവരയിടണം. പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവവചനം അവൻ സഭയിൽ നിന്ന് സ്വീകരിക്കുന്നു. അവനെ മാർഗത്തിൽ നിലനിർത്തുന്ന കൂദാശകളുടെ കൃപാവരത്തെ അവൻ സഭയിൽ നിന്ന് സ്വീകരിക്കുന്നു. അവനെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ ദ വേ, ക്രിസ്തു മാർഗത്തിൽ നിലനിർത്തുന്ന കൂദാശകളുടെ കൃപാവരത്തെ അവൻ സഭയിൽ നിന്ന് സ്വീകരിക്കുന്നു. അവ ആരാധനാ വത്സരത്തിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സഭയിൽ നിന്ന് അവൻ വിശുദ്ധിയുടെ മാതൃക പഠിക്കുന്നു. ഓരോ വിശ്വാസിയും വിശുദ്ധിയുടെ മാതൃക പഠിക്കുന്നു. സഭയിൽ നിന്ന് പഠിക്കുന്നു. അതിനെ മാതൃകയും ഉറവിടവും സകല വിധത്തിലും പരിശുദ്ധയായ കന്യകാമറിയത്തിൽ അവൻ തിരിച്ചറിയുന്നു. അതാണ് സഭയുടെ വിശുദ്ധിയുടെ മാതൃകയും ഉറവിടവും സകല വിധത്തിലും പരിശുദ്ധയായ കന്യകാമറിയത്തിൽ അവൻ തിരിച്ചറിയുന്നു. അതാണ് പരിശുദ്ധ അമ്മ നമ്മുടെ മാതൃകയാണ്. ആയതനുസരിച്ച് ജീവിക്കുന്നവരുടെ നിർവാച്യമായ സാക്ഷ്യത്തിൽ അവനത് കണ്ടെത്തുന്നു. അവൻ തനിക്ക് മുൻപേ കടന്നുപോയവരും ആരാധനാക്രമത്തിൽ
വിശുദ്ധരുടെ പട്ടികയിൽ ആഘോഷിക്കപ്പെടുന്നവരുമായ വിശുദ്ധരുടെ ആധ്യാത്മിക പാരമ്പര്യത്തിലും സുദീർഘമായ ചരിത്രത്തിലും അത് കണ്ടുമുട്ടുന്നു. അപ്പോൾ വിശുദ്ധരനെ ആദരിക്കുന്നതിൻ്റെ മറ്റൊരു രഹസ്യം ഇതാണ്. ഈ ക്രിസ്തുവിൻ്റെ പ്രബോധനവും വിശുദ്ധിയും ദൈവനീതിയും എല്ലാം വിശ്വസിച്ച് ജീവിക്കുന്നവരുടെ നിർവാജ്യമായ സാക്ഷ്യമാണത്. അവനത് കണ്ടെത്തുന്നു. അവൻ തനിക്ക് മുൻപേ നടന്നുപോയവരും ആരാധനാക്രമത്തിൽ വിശുദ്ധരുടെ പട്ടികയിൽ ആഘോഷിക്കപ്പെടുന്നവരുമായ വിശുദ്ധരുടെ ആധ്യാത്മിക പാരമ്പര്യത്തിലും സുദീർഘമായ ചരിത്രത്തിലും അത് കണ്ടുമുട്ടുന്നു. സുദീർഘമായ ചരിത്രത്തിൽ. അപ്പോൾ നമ്മൾ ഓരോ വിശുദ്ധരെയും കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ഏറ്റവും അടുത്ത വിശുദ്ധനാക്കപ്പെട്ട വിശുദ്ധ കാർലോ അക്വിറ്റസ്, ഏറ്റവും ചെറുപ്പം, ഒരു യുവാവും ആധുനിക ലോകത്തിൽ ഇന്റർനെറ്റും എല്ലാം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. കാർലോ അക്വിറ്റസിനെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തുസ് വിവിത് എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ 106-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. കാർലോ പറയുകയാണ്, അനേകർ ഫോട്ടോ കോപ്പികളായി അസ്തമിക്കുന്നു. അവരുടെ ദൈവം നൽകിയ ഒറിജിനൽ വരദാനങ്ങളെ അവർ മനസ്സിലാക്കാതെ ഫോട്ടോ കോപ്പിയായി അസ്തമിക്കുന്നു. വിശുദ്ധരെ നമ്മൾ ആദരിക്കണം, പക്ഷെ അവരുടെ ഫോട്ടോ കോപ്പിയാകാനല്ല. അവരുടെ സാക്ഷ്യ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ അനന്തമായ ശക്തി എത്രത്തോളം ഈ സാധാരണക്കാരായ അവരിൽ പ്രവർത്തിക്കുന്നു. ഇപ്പം നമ്മുടെ വളരെ പ്രസിദ്ധരായ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, വളരെയധികം അടുത്ത് ബഹുമാനിക്കുന്ന വിശുദ്ധരാണ് കൊച്ചു ത്രേസ്യായും അതുപോലെ വിശുദ്ധ സെബസ്ത്യാനോസ്. ഇവരുടെ എല്ലാം തിരുനാൾ നമ്മൾ ആഘോഷിക്കും. മദർ തെരേസ, നമ്മൾ കൺമുമ്പിൽ കണ്ട ഒരാളാണ് മദർ തെരേസ. അവരിൽ നിന്ന് നമ്മൾ പഠിക്കാനുണ്ട് കുറെ കാര്യങ്ങൾ. അവരെ മാതിരി ആകാനൊന്നുമില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഒരു വരദാനങ്ങളാണ്. എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വിശുദ്ധയാണ് വിശുദ്ധ മദർ തെരേസ. എന്നാൽ എന്നെ കർത്താവ് അയച്ചത് ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കാൻ തന്നെയാണ്. പക്ഷേ ആരാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്ന ദരിദ്രർ? ആത്മീയമായി ദരിദ്രരായിട്ടുള്ളവർ. അതും മദർ തെരേസയുടെ ജീവിതത്തിൽ പറയുന്നുണ്ട്. മദർ തെരേസ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചു ഈ കൽക്കട്ടയിലെ ദരിദ്രർക്ക് വേണ്ടിയാണ് ഞാനെന്ന്. പിന്നീടാണ് മനസ്സിലായത് അതിലും വലിയൊരു ദാരിദ്ര്യം, ആത്മീയ ദാരിദ്ര്യമുണ്ട്. അങ്ങനെയാണ് മദർ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ചെന്നപ്പോൾ അവിടെയും സൂപ്പ് കിച്ചനുകളും പാവപ്പെട്ടവർക്ക് വേണ്ടിയെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം പരിശുദ്ധ സഭയുടെ അല്ലെങ്കിൽ ദൈവവചനം, പ്രാർത്ഥന, ഇവ ഒന്നും അറിയാതെ, ഇവയൊന്നും ചെയ്യാതെ, ഇവയിൽ ഒരു താല്പര്യമില്ലാതെ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ. ഇപ്പം എൻ്റെ ദൗത്യം അതാണ്. എൻ്റെ ദൗത്യം ക്രിസ്ത്യാനികൾക്ക് തന്നെ കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ തോന്നുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല സ്ഥലത്ത് നടത്തിയ ക്ലാസ്സുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞൊരാശയം, ഒരുപാട് പേര് എന്നെ വളരെയധികം അഭിനന്ദിച്ച ഒരു കാര്യം, എനിക്ക് അതിനകത്ത് ആഹ്ലാദമുണ്ടെങ്കിലും അതിൻ്റെ അന്തരാർത്ഥം നിങ്ങൾക്കൊന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലരും പറയാണ്, നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഇത്രയ്ക്ക് കത്തോലിക്ക പ്രബോധനം എങ്ങനെ പഠിച്ചു?
ഇതാണ് പലരെയും ആകർഷിച്ചത്. കത്തോലിക്ക സഭയുടെ ഇത്ര മനോഹരമായ പ്രബോധനം നീ എങ്ങനെ പഠിച്ചു? അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെ പഠിച്ചു എന്നുള്ളത്. ഞാൻ പഠിച്ചത് ഈ സഭയുടെ പ്രബോധനത്തിൽ നിന്ന് തന്നെയാണ്. ഇത് നമ്മൾ 1051 എപ്പിസോഡാണ്. ഞാനിത് 30 വർഷമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. 30 വർഷമായിട്ട്. ഇനി രണ്ടാമത് ചിലവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, തോമസ് പോളെ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരാളുണ്ട്, എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ചോദിക്കാം, ഞങ്ങൾക്ക് ഉത്തരം കിട്ടും, എന്ത് വേണമെങ്കിലും ചോദിക്കാനായിട്ടൊരു സ്വാതന്ത്ര്യം ഉള്ള ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. പലരോടും ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടാറില്ല, അവരെല്ലാം ഭയങ്കര തിരക്കാണ്. എന്നാൽ തോമസ് പോള് എത്ര തിരക്കുണ്ടെങ്കിലും ഉത്തരം തരും. എന്തുകൊണ്ടാണ് ഉത്തരം തരണത്? എൻ്റെ അടുത്ത് ഈ ഉത്തരം തരാനുള്ള സാമഗ്രികളുണ്ട്. എന്താണ് സാമഗ്രികൾ? ഒന്ന്, ഈ മതബോധന പഠനം. ഈ പുസ്തകം ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ കോലം കണ്ടോ? ഇത് അത്രയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങൾ. ഇതാ ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഗവാഞ്ചലി ഗൗദ്യം മാർപ്പാപ്പ, ഇതാദ്യമേ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രബോധനമാണെങ്കിലും ഇതിൻ്റെ അകത്ത് വളരെ മനോഹരമായ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ കൂടുതൽ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വർഗത്തിലിരുന്ന് എന്നെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അത്രയ്ക്ക് ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളെ പള്ളിപ്രസംഗമായിട്ട് 300-ലധികം പ്രബോധനങ്ങൾ പള്ളിപ്രസംഗമായിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഓർക്കണം. ഈ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഉത്തരം തരാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നമ്മൾ കുറേ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നാൽ പോരാ. നമ്മൾ സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ പഠിച്ചാൽ മാത്രമേ നമ്മൾ പ്രബുദ്ധരാകുകയുള്ളൂ, നമ്മുടെ തന്നെ വിശ്വാസത്തിൽ ശക്തി ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇനി ഇത് ഓഫ്ലൈനായിട്ട് കയറുന്നവർക്കും നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.